ഗായ്സ്, ചില ജീവിതങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതാറുണ്ട് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന്. ഇത് സുഷമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വല്ലാത്തൊരു അവസ്ഥയാട്ടോ. ഇതൊരു റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല. ആരും സ്കിപ്പ് ചെയ്ത്, മനസാക്ഷിയുള്ള ആരും സ്കിപ്പ് ചെയ്യരുത്. 4.5 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു വായ്പാ തുകയുടെ മുമ്പിൽ നിസ്സഹായ അവസ്ഥയായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാട്ടോ ഈ ഒരു വീഡിയോ. അച്ഛനും അമ്മയും പോയി, മറ്റാരും ഇല്ല. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശിയായിരുന്നു. ആ മുത്തശ്ശിയും പോയി. ഈ വരുന്ന 31-ാം തീയതിക്കുള്ളിൽ വായ്പാ തുകയായ 4.5 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ ആകെയുള്ള കിടപ്പാടമായ വീടും പോവും. ആ ഒരു സിറ്റുവേഷനിലായിട്ട് നിൽക്കുന്നത്. ഞാൻ ക്ലിപ്പ് പ്ലേ ചെയ്യാം. എനിക്ക് എങ്ങനെ പറയണ്ടെന്നറിയില്ല. കാരണം അച്ഛന്ന് വിളിക്കാൻ അച്ഛനുണ്ടായിട്ടില്ല, കൈ ചേർത്ത് പിടിക്കാൻ അമ്മയും അച്ഛനും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൂപ്പനും അമ്മമ്മേന്റെ ആയിരുന്നു എല്ലാം. അവൾ അച്ഛനെ ഇതുവരെ കണ്ടിട്ടില്ല. 4-ാം വയസ്സിൽ അമ്മയും അവളെ ഒറ്റയ്ക്കാക്കി പോയി. പിന്നെ താങ്ങും തണലുമായി ഉണ്ടായിരുന്നത് അമ്മൂമ്മ പുഷ്പവല്ലിയായിരുന്നു. അർബുദം വന്ന് അമ്മൂമ്മയും മരിച്ചു. അന്ന് വീടിന്റെ പണി പൂർത്തിയാക്കാൻ അമ്മൂമ്മ സഹകരണ ബാങ്കിൽ നിന്ന് 1.5 ലക്ഷത്തിന്റെ വായ്പ എടുത്തു. എന്നാൽ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പലിശ സഹിതം 4.5 ലക്ഷത്തോളം രൂപ ഈ മാസം 31-നകം അടയ്ക്കണം. എന്നാൽ എന്ത് ചെയ്യണമെന്ന് സുഷമയ്ക്കറിയില്ല. അടച്ചുറപ്പുള്ള വീടില്ലാത്തതുകൊണ്ട് അമ്മമ്മ ഒരു വീടിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലോണ് ജപ്തി നോട്ടീസൊക്കെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെയും പുതുക്കി വെച്ചു. അപ്പൊ അതൊരു 3.5 ലക്ഷത്തോളം വന്നു. പിന്നെ അമ്മമ്മ ഞാൻ +1 പഠിക്കുമ്പോൾ മരിച്ചു. പിന്നെ മഠത്തിൽ തന്നെയായിരുന്നു. പിന്നെ 18 വയസ്സായപ്പോൾ അവിടെ നിന്ന് മാറി. മാള കോട്ടക്കൽ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് സുഷമ. സ്വന്തമായി ജോലി ചെയ്ത് ജീവിച്ച പെൺകുട്ടി ഇന്ന് ജീവിക്കുന്നത് കുറെ പേരുടെ കാരുണ്യം കൊണ്ടാണ്. ജീവിത സാഹചര്യം കൊണ്ട് IPS എന്ന മോഹം മാറ്റിവെച്ചിരിക്കുകയാണ് അവൾ. ആരെങ്കിലും തന്നെ സഹായിക്കാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സുഷമയുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഗൈസ്, നമ്മുടെ ഈ ഒരു വീഡിയോ ആണെന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ സൈഡിൽ കൊടുക്കുന്നുണ്ട്.